ഉള്ളതിന് ഇരട്ടി കിട്ടുകയാണെങ്കിൽ, അങ്ങനെയല്ലേ പലിശക്ക് മനുഷ്യന്മാർ കൊടുക്കുന്നത്, പലിശ കൊടുക്കുന്നവർ അങ്ങനെയല്ലേ, കൊടുത്താൽ നാളെ കുറച്ച് ഏറെ കിട്ടുമല്ലോ. നമ്മൾ ചെയ്ത അമലിന് അള്ളാഹു പ്രതിഫലം ഏറെ തരണമെന്നുണ്ടെങ്കിൽ, ഇത് പലിശയല്ല, ഇത് ദുന്യാവല്ല, ആഖിറമാണ്. അങ്ങനെ ആഗ്രഹമുണ്ടോ, റമളാൻ നോമ്പെടുക്കിൻ. മുത്തനബി തന്നെ പറയുന്നത്, കുല്ലു അമലി ബിനി ആദമ യുളാഅഫ്. ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ ചെയ്യുന്ന, മുഅ്മിനീങ്ങൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം ഇരട്ടി കൊടുക്കുന്നുണ്ട്. അൽ ഹസനതു അശ്റു അംസാലിഹാ ഇലാ 700 ദുഇഫിൻ. ഒരു നന്മ 10 അല്ലാഹു രേഖപ്പെടുത്തുക. 1 10. അത് 10 ഫിക്സ്ഡ് അല്ല, അത് ചിലർക്ക് 20, ചിലർക്ക് 30, ചിലർക്ക് 50 എഴുതും, ചിലർക്ക് 100, ചിലർക്കത് 700. ഈ 700, 70,000 എന്നൊക്കെ പറയുന്നത് അൺലിമിറ്റഡ് എന്ന അർത്ഥത്തിൽ അറബിയിൽ പറയാറുണ്ട്. 70,000 പഴയ ഉമ്മാരൊക്കെ പറയില്ലേ, 80,000 എന്നൊക്കെ പറയില്ലേ, ആ 70,000 എന്ന് പറയുന്നത് അറബിയിൽ അന്നത്തെ കാലത്ത് ഇൻഫിനിറ്റിക്ക് പറയുന്നൊരു വാക്കാണത്. കയ്യും കണക്കില്ലാത്ത അത്ര പ്രതിഫലം കൊടുക്കുന്നു. 10 മിനിമം കിട്ടും, ബാക്കി അവനവൻ്റെ നിയ്യത്തിന് അല്ലാഹു കൂട്ടി കൊടുക്കും. അത് വേണോ? ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറയുന്നു, ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി, അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി കൊടുക്കുന്നത്. യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി, അവൻ്റെ വൈകാരികമായ ശഹ്വത്ത്, അവൻ്റെ വൈകാരികമായ ചിന്ത, വതആമഹു, അവൻ്റെ ഭക്ഷണം. ഇതൊരു നോമ്പുകാരനായ മനുഷ്യന് വരാം, അത്തരം ചിന്തകൾ വരാം. റമളാൻ്റെ പകലിൽ ശാരീരികമായ നൈസർഗികമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് തോന്നാം. അള്ളാഹുവിന് വേണ്ടി പറ്റില്ല. അള്ളാഹുവിന് വേണ്ടി നോ എന്ന് നഫ്സിനോട് പറയാൻ. വതആമഹു, അവന് വിശക്കുന്നുണ്ട്, ആരും അറിയാതെ പോയിട്ട് എന്തേ തിന്ന്, ആരും അറിയാൻ പോകില്ല, വയറൊക്കെ തുറച്ച് എന്തൊരു ക്ഷീണമെന്ന് പറഞ്ഞ് നടന്ന് ആരറിയാൻ, ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് വേണ്ടിയല്ലേ നോമ്പെടുക്കുന്നതാണ് നോമ്പെടുക്കുന്നത്. കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഗതിയല്ലേ നോമ്പ്. അതുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാൻ പറ്റുക? ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് ഏറ്റെടുത്തത്. റമളാനിൽ ഇപ്പോൾ നോമ്പെടുത്തെന്ന് പറയേണ്ട ആവശ്യമില്ല. സുന്നത്ത് നോമ്പെടുക്കുമ്പോൾ പ്രത്യേകിച്ചും അത് പറയരുതെന്നാണ്. അത് പറയാതെ പിടിച്ചിരിക്കാൻ കഴിയണം. അത് വലിയ പണിയാണ്. എങ്ങനെയെങ്കിലും പറഞ്ഞു പോകും. അത് അങ്ങനെ ആവരുത്. അത് രഹസ്യമല്ലേ, അതിന് ഞാൻ കൂലി തരും അല്ലാഹു തആല പറയാം. ആ പരസ്യമായാലോ അത് കിട്ടൂല. പരസ്യം, റമളാൻ പരസ്യമായ നോമ്പാണ്. മുഅ്മിനീങ്ങളൊക്കെ നോമ്പുകാരാണെന്ന് എല്ലാവർക്കും അറിയാം. സക്കാത്ത് പരസ്യമാണ്, സ്വതക്ക രഹസ്യമാണ്. ഫർദ് നിസ്കാരം പരസ്യമായിട്ട് ജമാഅത്തിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു. സുന്നത്ത് നിസ്കാരം ആരും അറിയാതെ ഒറ്റയ്ക്ക് നിസ്കരിക്കുക, അതിനാ കൂലി. വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, അതിന് കൂലിയാണ്. സുന്നത്ത് നോമ്പുകൾ രഹസ്യമാക്കണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. യദഉ തആമഹു യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി, എനിക്ക് വേണ്ടിയല്ലേ അവൻ്റെ ശാരീരികമായ വൈകാരികമായ ആഗ്രഹങ്ങൾ, അവൻ്റെ ഭക്ഷണത്തോടുള്ള അവൻ്റെ ആഗ്രഹം, ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് എനിക്ക് വേണ്ടിയല്ലേ. അതുകൊണ്ട് ഞാനതിന് പ്രത്യേകമായ പ്രതിഫലം കൊടുക്കാൻ പോവുകയാണ് എന്ന് അല്ലാഹു നോമ്പിനെക്കുറിച്ച് പറഞ്ഞു എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിന് നോമ്പെടുക്കണം.